Hi everyone. In this video we are going to do a problem in Norton's theorem. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Find the current in the 5 ohm resistor for the circuit shown. നേരത്തെ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് നോർട്ടൺസ് തിയറത്തിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വരയ്ക്കണം, ഏതൊക്കെ എലമെന്റ്സിന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മൾ കണ്ടു. അതിൽ കണ്ടുപിടിക്കുന്ന മെയിൻ വാല്യൂസ് ഇതൊക്കെയാണ്. നമ്മൾ ISC എന്ന് പറയുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, അതായത് ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 5 ohm റെസിസ്റ്ററിനെ കൂടെ പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ we need to remove that 5 ohm for finding the RTH അല്ലെങ്കിൽ R int എന്ന് നമ്മൾ നോർട്ടൺസിൽ പറയും, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 5 ohm റെസിസ്റ്റർ എടുത്ത് മാറ്റും. എന്നിട്ട് കറന്റ് സോഴ്സ് വോൾട്ടേജ് സോഴ്സ് എല്ലാം ഇനാക്റ്റീവ് ആക്കും, ഡീആക്റ്റീവ് ആക്കും. സോ ഇവിടെ കറന്റ് സോഴ്സ് 1 ohm ഉള്ളത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, 10 ohm എന്നുള്ളത് വോൾട്ടേജ് സോഴ്സ് ആണ്, അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടികൾ. ഇനി നമ്മൾ ഇവിടെ തെവെനിൻസ് തിയറത്തിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്തതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VOC ആണ് കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത ടെർമിനൽസ് ഷോർട്ട് ചെയ്യും, അതിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ISCയും R ഇന്റേണലും ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന രണ്ട് വാല്യൂസ്. ആ രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ISCയും R ഇന്റേണലും R ലോഡും RL ഈ മൂന്ന് ആൾക്കാരെയും പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ RL എന്ന് പറയുന്നത് 5 ohm. ഏത് റെസിസ്റ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ RL ആക്കി എടുക്കുന്നത്. റെസിസ്റ്റർ പറഞ്ഞിട്ടില്ല ഓപ്പൺ ആയിട്ട് അക്രോസ് AB എന്നാണ് പ്രീ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് അക്രോസ് AB ആയിട്ട് അങ്ങനെ തുറന്നു തന്നെ വെക്കുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പൊ ഇതാണ് നോർട്ടൺസ് തിയറം ചെയ്യേണ്ട മെത്തേഡ്. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ R ഇന്റേണൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ R ഇന്റേണൽ കണ്ടുപിടിക്കാനായി ഞാൻ 5 ohm റെസിസ്റ്റർ എടുത്ത് മാറ്റി നമ്മൾ തെവെനിൻസിൽ ചെയ്യുന്ന പോലെ തന്നെ. ഇനി അതിലുണ്ടായിരുന്ന 1 ആംപിയർ കറന്റ് സോഴ്സിനെ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത് അത് ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. 10 വോൾട്ട് വോൾട്ടേജ് സോഴ്സിനെ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത് അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇനി R ഇൻറ്റ് A ടെർമിനൽ B ടെർമിനൽ ആ രണ്ട് ടെർമിനൽ അക്രോസ് ആ സൈഡിൽ നമ്മൾ നോക്കണം, R ഇന്റേണൽ കണ്ടുപിടിക്കണം. നോക്കുക എന്ന് വെച്ചാൽ നമ്മൾ സോൾവ് ചെയ്ത് വരേണ്ടത് ഈ എൻഡിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്ത് പോകണം. അങ്ങനെ സോൾവ് ചെയ്ത് ഇവിടെ തീരും. അതാണ് ഈ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ആണ് 6ഉം 3ഉം കണക്ട് ചെയ്തിട്ടുള്ളത്. സോ 3 and 6 are parallel. 3 and 6 are parallel. പിന്നെ ഉള്ളത് ആ കിട്ടുന്ന ഇക്വലന്റ് റെസിസ്റ്റർ ഇറ്റ് ഈസ് ഇൻ സീരീസ് വിത്ത്, ഇതിന്റെ കോമ്പിനേഷൻ ഈസ് ഇൻ സീരീസ് വിത്ത് 10 ohm റെസിസ്റ്റർ. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന R ഇന്റേണൽ. സോ 3 and 6 പാരലൽ എന്ന് പറയുമ്പോൾ കിട്ടുന്ന വാല്യൂ 3 into 6 by 3 plus 6. നമ്മൾ R equivalent ഇതിന്റെ R equivalent തന്ന this in series with 10 എന്ന് പറയുമ്പോൾ this plus 10. So this is equal to 18 by 9 plus 10, that is 12 ohm. നമുക്ക് 12 ohm R internal ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് to find the current ISC. അപ്പോൾ ISC കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു AB അക്രോസ് ഉള്ള ആ രണ്ട് ടെർമിനൽ അക്രോസ് ഉള്ള പോർഷനിലുള്ള 5 ohm റെസിസ്റ്റർ ഞാൻ അടുത്ത് മാറ്റി ആൻഡ് ഐ ആം ഷോർട്ട് സർക്യൂട്ടിംഗ് AB. അപ്പോൾ അതിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് ISC എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി വിൽ ഡു നോഡ് അനാലിസിസ്. അപ്പോൾ നോഡ് അനാലിസിസ് ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇതും ഈ രണ്ട് പോയിന്റ്സ് എടുക്കണം, ഇതിന്റെ അക്രോസ് ഇതിന്റെ ഇടയിലൊന്നും ഇല്ലാതെ കാരണം ദീസ് ടു ക്യാൻ ബി കൺസിഡർ ആസ് എ സിംഗിൾ നോഡ്. സോ ഞാൻ ഇവിടെ നോഡ് 1 എന്ന് മാർക്ക് ചെയ്യുന്നു, വേറെ നോഡുകൾ ഉള്ളത് താഴത്തെ ഗ്രൗണ്ട് മാത്രമാണ്. സോ ദിസ് ഇസ് നോഡ് 2. ഇനി നോഡ് അനാലിസിസ് അപ്ലൈ ചെയ്യണം. അപ്ലൈ നോഡ് അനാലിസിസ്. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറണ്ട് എല്ലാം ആ നോഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ വരുന്ന കറണ്ട് തന്നെയാണ് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഈ രണ്ട് നോഡും ഒന്നായിട്ട് എടുക്കുന്ന കാരണം ഇവിടെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് രണ്ടും ഒരേ നോഡാണ്, അപ്പോൾ ഇങ്ങനെ കാണിച്ചാലും മതി. സോ ഇവിടുത്തെ കേസിൽ ലെറ്റ് ഐ വിൽ നെയിം ദിസ് ആസ് I1, I2, ദിസ് നെയിം ഈസ് I3 ആൻഡ് ദിസ് ഇസ് I4. അതിൻ്റെ ഇടയിലുള്ള ഞാൻ പേര് കൊടുക്കുന്നില്ല കാരണം ഈ നോഡും ഒന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് I1 plus I2 plus I3 plus I4 is equal to 0 എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ നോഡിന്റെ അവിടെയുള്ള വോൾട്ടേജ് ലെറ്റ് ഇറ്റ് ബി V1 വോൾട്ടേജ് ആണ്
ഈ നോഡിലുള്ള വോൾട്ടേജ് എങ്കിൽ നമ്മൾ നോഡ് അനാലിസിസ് അപ്ലൈ ചെയ്യുമ്പോൾ we will write V1 minus 10 minus ഗ്രൗണ്ടിന്റെ അവിടുത്തെ വോൾട്ടേജ് 0 ആണ് by 3 plus V1 minus 0 divided by 6 plus V1 minus 0 by 10. നമ്മുടെ ഇനി i4ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ i4ന്റെ കറണ്ട് നമ്മൾ താഴോട്ടാണ് കാണിച്ചിട്ടുള്ളത് 1 ആംപിയർ മുകളിലേക്കാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് -1 is equal to 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get V1 value. So the value of V1 is equal to, so the answer of V1 is equal to 7.216 volt, or that is equal to 7.22 volt. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ we are considering this, ഞാനിപ്പോൾ ഗ്രീൻ മൈ ബി ബ്ലാക്കിൽ വരയ്ക്കുന്ന ഡയറക്ഷൻ, we are considering this as a loop. ഇവിടെ ഒരു സൂപ്പർ മെഷ് എന്ന് വേണമെങ്കിൽ പറയാം. സോ KVL ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. KVL അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ V1 കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് കൺസിഡർ ആസ് V1. സോ ഹിയർ ഇറ്റ് ഈസ് പ്ലസ്, കാരണം ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ പ്ലസ് ആണ്, ലോവർ പൊട്ടൻഷ്യൽ മൈനസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത്, ഒരു ലൂപ്പ് എടുക്കുന്ന സമയത്ത് ഈ കറണ്ട് ഏത് കൂടെ എൻ്റർ ചെയ്യുന്നത്, കറണ്ട് എൻ്റർ ചെയ്യുന്നത് നെഗറ്റീവ് കൂടെ എൻ്റർ ചെയ്തു, പോസിറ്റീവ് കൂടെ പുറത്തേക്ക് വന്നു. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർ വോൾട്ടേജ് അക്രോസ് ദിസ് 6 ohm is, what is that value? It is V. ഇവിടെ V1 ആണ് കിട്ടിയിട്ടുള്ളത്, സോറി V1, അവിടെ V1 ആണ്, താഴെ ഗ്രൗണ്ട് ആണ്. സോ വോൾട്ടേജ് അക്രോസ് 6 is V1. സോ 6നെ അക്രോസ് ഉള്ള -V1 പ്ലസ്, ഇനി നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതൊരു സൂപ്പർ മെഷ് ആണ്. അപ്പോൾ 1 ആംപിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, നേരെ നമ്മൾ അടുത്ത ബ്രാഞ്ചിലേക്കാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് I3 into 10. പക്ഷെ I3 എന്ന് പറയുന്നത് തന്നെയാണ്, വാട്ട് ഈസ് I3? I3 is equal to ISC. So we will take 10 ISC is equal to 0. Now what is our V1? V1 is 7.22 volt. So minus 7.22 volt plus 10 ISC is equal to 0. Therefore ISC is equal to, നമ്മുടെ equal to ന്റെ അപ്പുറത്തേക്ക് ഇതിനെ ഈ ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്ത് equal to ന്റെ അപ്പുറം ആക്കി കഴിയുമ്പോൾ രണ്ടും, അപ്പോൾ 7.22 is equal to 10 ISC എന്ന് വരും. So ISC is equal to, what is ISC? 7.22 divided by 10. So this is equal to 0.722 amperes. ഇതാണ് നമ്മുടെ ISC. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ള 5 ohmന് അക്രോസ് ഉള്ള കറണ്ട് ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വലന്റ് സർക്യൂട്ടിൽ R1 കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട് ഇപ്പോൾ നമ്മൾ വരച്ചു. അതിൽ RL, RN, ISC ഇവർ 3 പേരും പാരലൽ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RL കൂടെ പോകുന്ന, കാരണം RL ആണ് എന്ത്? 5 ohm. What is R into value? R into value നമുക്കറിയാം, it is 12 ohm. ISC value നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ISC value is equal to 0.722 amperes. സോ ഈ 3 വാല്യൂസ് അറിയാം. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് IL എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക, കാരണം ഇവിടെ വെച്ചിട്ട് ഈ പോയിന്റിൽ വെച്ച് കറണ്ട് രണ്ടായി സ്പ്ലിറ്റ് ആവും. അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ IL is equal to മെയിൻ കറണ്ട് ഇൻറ്റു റെസിസ്റ്റർ ഓഫ് അതർ. IL പോവാത്ത റെസിസ്റ്റർ ഏതാ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, ഇറ്റ് ഈസ് RN, ദാറ്റ് ഈസ് 12 ഡിവൈഡഡ് ബൈ പാരലായിട്ടുള്ള റെസിസ്റ്ററുകളുടെ സമ്മ്. ഇവിടെ 12 5 ആണ് പാരലായിട്ട്, അതായത് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്ത പാരലൽ സർക്യൂട്ടുകളാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് 12 plus 5. So this is equal to 0.722 into 12 divided by 17. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. So the answer we get is 0.5096 amperes, or approximately equal to 9 നടത്താം, അല്ലെങ്കിൽ 10 എന്നാവും. If you take it as, if you consider this as 0.5096 itself, this is in terms of amperes, so you can make this to 509.6 milliampere also. You can write in both. Okay, so this is the current flowing through the 5 ohm resistor. Thank you.